പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പ്ലസ് പോയിന്റ് ആരംഭിക്കുന്നു ഏഷ്യാനെറ്റ് റേഡിയോ 657-ൽ. നിങ്ങളെ ഏവരെയും പ്ലസ് പോയിന്റിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഞാൻ രാജീവ് കോടമ്പള്ളി. പ്ലസ് പോയിന്റിൽ എല്ലാ എപ്പിസോഡുകളിലും എല്ലാ ആഴ്ചകളിലും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ നൽകാൻ, നമ്മുടെ നിത്യ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ആകുലതകൾ അകറ്റാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ പ്രാപ്തിയുള്ള പ്രൊഫഷണൽസ് തന്നെയാണ് നമ്മുടെ പ്ലസ് പോയിന്റിൽ ഹോട്ട് സീറ്റിൽ എത്തുന്നത്. ഇന്നത്തെ ദിനത്തിലും വളരെ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ധരിപ്പിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ശ്രീ അബ്ദുൾ റഷീദ് കുട്ടമ്പൂരാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരു വിദഗ്ധൻ. അതിലുപരി ടീച്ചേഴ്സിനെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സിന് പ്രാക്ടീസ് നൽകിയിട്ടുള്ള ഒരു ട്രെയിനർ. കൂടാതെ അദ്ദേഹം കുട്ടികൾക്കും മുതിർന്നവർക്കും കൗൺസിലിംഗ് നൽകുന്ന ഒരു കൗൺസിലർ. അങ്ങനെ ഒരുപാട് മുഖങ്ങൾ തന്നെ, ബഹുമുഖ പ്രതിഭ തന്നെയാണ് അദ്ദേഹം. അങ്ങേ സ്വാഗതം ചെയ്യുന്നു പ്ലസ് പോയിന്റിലേക്ക്. വളരെ നന്ദി. അജ്മാനിൽ കുറച്ചു കാലം അധ്യാപകനായി ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. കണക്കായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് അധ്യാപകൻ അതിലൊക്കെ അപ്പുറമുള്ള ഒരുപാട് മേഖലകളിലേക്ക് ഇപ്പോൾ പടർന്നു കയറിയിരിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങയുടെ പല പരിചയങ്ങളും ഞങ്ങൾക്കും ഞങ്ങളുടെ ശ്രോതാക്കൾക്കും പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് പ്ലസ് പോയിന്റിലെ ഇന്നത്തെ ഉദ്ദേശ്യം തന്നെ. ഒരുപക്ഷെ കൗൺസിലിംഗ് തന്നെയാണ് ഇന്നത്തെ ഒരു പ്രധാന വിഷയമായി നമ്മൾ എടുക്കുന്നത്. പലപ്പോഴും കുട്ടികളുടെ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ വന്ന് ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പരിപാടികൾ ഞങ്ങൾക്കുണ്ട്. ജീവിതരേഖ പോലെയുള്ള ഏഷ്യാനെറ്റ് റേഡിയോയുടെ പരിപാടികളിൽ അങ്ങനെ ചിലപ്പോൾ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ വരുന്ന സമയത്ത്, എൻ്റെ കുഞ്ഞ് ഇങ്ങനെയാണല്ലോ, അവന് പഠിക്കാൻ കഴിയുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലും അപ്പുറമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. അതല്ലേ നിങ്ങളെപ്പോലുള്ളവർ എപ്പോഴും കാണുന്നത്? തീർച്ചയായിട്ടും. അങ്ങയുടെ ഈ ജീവിത പരിചയത്തിൽ ഇപ്പോൾ അധ്യാപനം ഉണ്ടായിരുന്നു, അതുകൂടാതെ പിന്നെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും സമൂഹത്തിലെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും കാലത്തിനനുസരിച്ച് സമൂഹം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറിവിൻ്റെ വിസ്ഫോടനം അത് പോസിറ്റീവായ ഒരുപാട് ഗുണഫലങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറയുടെ കൺസെപ്റ്റുകൾ മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയകൾ അവരിൽ പോസിറ്റീവായ ചേഞ്ച് വരുത്തുന്നതോടൊപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയുടെ പൗരന്മാരാകേണ്ടുന്ന വിദ്യാർത്ഥി സമൂഹത്തിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് സമൂഹവും രക്ഷിതാക്കളും അധികാരികളും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഏഷ്യനെറ്റ് ന്യൂസിൽ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ട ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. അതായത് കുട്ടികൾ സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സംസ്ഥാനതല മത്സരം കഴിഞ്ഞിട്ട് കോഴിക്കോട് പാലക്കാട്, ആദ്യം പാലക്കാട് ടീം വന്നു, പിന്നീട് കോഴിക്കോട് മുൻനിരയിൽ എത്തുകയും ചെയ്തു, ജേതാക്കളാവുകയും ചെയ്തു. പക്ഷെ രണ്ടുപേരും വന്നിട്ട് ഈ വിജയപ്രകടനം നടത്തിയപ്പോൾ ഒരു ടട്ട അങ്ങനെ ഒരു സംഭവമാണ് കേൾക്കുന്നത്. ഈ ടട്ട കേൾക്കാൻ തുടങ്ങിയത് ഞാൻ ഒരുപക്ഷെ 80s മുമ്പ് തന്നെ കേട്ടു തുടങ്ങിയ ഒരു പ്രയോഗമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, കുട്ടികളുടെ ഇടയിൽ ഒരുപാട് മാറ്റങ്ങൾ, അവർക്ക് യോ സംസ്കാരമൊക്കെ വന്നിട്ടുണ്ട്. അവർ വളരെ ഫാഷനബിളായിട്ട് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അവരുടെ കയ്യിൽ എപ്പോഴും ടാബ് അല്ലെങ്കിൽ പാം ടോപ്പുകൾ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രയോഗം എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവരെ പഠിപ്പിച്ച 80s അധ്യാപകരാണ് അതിന് കാരണം. അവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അധ്യാപകർക്കൊരു വലിയ സ്ഥാനം തന്നെയാണുള്ളത്. എല്ലാം മാറുന്നു എന്ന് നമ്മൾ ധരിക്കുമ്പോഴും അധ്യാപകർ പലതും പഴയത് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലേ? ഇവിടെ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ടീച്ചറുടെ റോള് വളരുന്ന സമൂഹത്തിൽ വളരെ വലുതാണ്. ടീച്ചർ ഈസ് എ സോഷ്യൽ എഞ്ചിനീയർ എന്നതാണ് അധ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ്. ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് അധ്യാപകർ മാറുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അവരുടെ മുമ്പിലുള്ള ഈ പ്രൊഡക്ട്സ് ആയിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും വന്നു ചേരില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകൻ കാലത്തിനനുസരിച്ച് മാറുക എന്നത് വളരെ പ്രധാനമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നാളെ സമൂഹത്തിലെ ലീഡിംഗ് റോളിൽ എത്തിച്ചേരേണ്ടുന്ന ആളുകളാണ്. അവരൊരു കമ്പനിയുടെ പ്രൊഡക്ട്സ് പോലെ ഒരു പ്രത്യേക ഷേപ്പ് രൂപീകരിക്കപ്പെടേണ്ടുന്നവരല്ല. മറിച്ച് മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് പ്രതികരിക്കാനും ആ സാഹചര്യത്തിനനുസരിച്ച് മാറാനും സമൂഹത്തിനാവശ്യമുള്ള
പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് നൽകാനും സാധ്യമാകുന്ന രൂപത്തിൽ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ഏറ്റവും വലിയ റോള്. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൻ്റെ ഷേപ്പ് മാറിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെതായ ഭൗതിക സംവിധാനങ്ങൾ മാറിയതുകൊണ്ടോ കുട്ടികൾ മാറിക്കൊള്ളണമെന്നില്ല. അവിടെ ടീച്ചറുടെ റോള് വളരെ പ്രധാനമാണ്. സമൂഹത്തിലുള്ള മാറ്റത്തിന് അനുയോജ്യമായ നിലക്ക് പ്രതികരിക്കാൻ ബുദ്ധിപരമായി കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അധ്യാപകർക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ചുമതല. ഇത് ലക്ഷ്യമാണ്, അതല്ലെങ്കിൽ തൻ്റെ കർമ്മം ഇതാണെന്ന് അധ്യാപകർ ഉറച്ചു വിശ്വസിക്കുന്നു. വർത്തമാന കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തി അങ്ങനെന്ന് പറയാമോ? ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ ടീച്ചർ ട്രെയിനിങ്, ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരുപാട് പരിശീലന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരുപാട് പരിമിതികൾ ഇന്ന് കാണുന്നുണ്ട്. നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിന്നും മാറി ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾ ഏറ്റവും പ്രധാനമായ ഒന്ന് കൺസ്ട്രക്റ്റീവിസം, നിർമ്മാണാത്മകമായ നിലക്ക്, അഥവാ നോളജ് ഈസ് ടു ബി കൺസ്ട്രക്റ്റഡ് എന്നതാണ് അതിലൊരു പ്രധാനമായ ആശയം. കുട്ടിയിലുള്ള പ്രയർ നോളേജ്, ഇന്നേറ്റ് കപ്പാസിറ്റി, അതിനെ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് കൂടുതൽ നിർമ്മാണാത്മകമായി വളർത്തിയെടുത്ത്, അഥവാ കുട്ടിയിലുള്ള പ്രയർ നോളജിന്റെ അടിസ്ഥാനത്തിൽ അറിവിന്റെ നിർമ്മാണം കുട്ടി തന്നെ നടത്തുക എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചർ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ദ റോൾ ഓഫ് ദ ടീച്ചർ ഈസ് ബിഹൈൻഡ് ദ കർട്ടൻ. സത്യത്തിൽ ഹീസ് ഓൺലി എ സ്റ്റേജ് സെറ്റർ. രംഗസംവിധാനം ചെയ്യുക എന്നത് മാത്രമാണ് അധ്യാപകന്റെ ജോലി. ഹീസ് എ ഗാർഡനർ. അയാൾ ഒരു പൂന്തോട്ടക്കാരനാണ്. അയാളുടെ ജോലി ഈ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്, വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കലാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകൻ മാറുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു 25 വർഷം മുമ്പ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു ടീച്ചർ അയാൾക്ക് ലഭിച്ചിട്ടുള്ള ആ പരിശീലനവും അന്നത്തെ കാലഘട്ടത്തിൽ അയാളുടെ അറിവും അത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നവഗ്രഹങ്ങളെക്കുറിച്ച് നേരത്തെ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത്, എന്നാൽ അതിൽ പിന്നീട് ഉണ്ടായിത്തീർന്ന കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ രംഗത്തുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ ഒരു അധ്യാപകൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പലപ്പോഴും ക്ലാസ് റൂമിൽ അയാൾ പഠിപ്പിക്കുന്നത് വൾഗറായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു രംഗം ഒരുക്കുക, വളരാനുള്ള സാഹചര്യങ്ങൾ സംവിധാനിക്കുക എന്നതാണ് പ്രധാനമായിട്ട് ടീച്ചർക്ക് ചെയ്യാനുള്ളത്. കുട്ടികളുടെ ഡൈവേഴ്സിഫൈഡ് കരിക്കുലം എന്നുള്ളത് കരിക്കുലത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ്. കുട്ടിയുടെ മുമ്പിൽ പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അതേ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് കുട്ടി പഠിക്കണം എന്നാണ് പല ടീച്ചേഴ്സും നിർബന്ധം ചെലുത്താറുള്ളത്. ക്ലാസ് റൂമിൽ തന്നെ പലപ്പോഴും, പ്രത്യേകിച്ച് ഗണിതശാസ്ത്ര അധ്യാപകർ, ഒരു കുട്ടി ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇത് ശരിയല്ല, ഞാൻ പറഞ്ഞു തന്ന അതേ വിധത്തിൽ ചെയ്യണം എന്ന് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. സത്യത്തിൽ കുട്ടികളുടെ വളരാനുള്ള സാഹചര്യങ്ങളെ തകർക്കുകയാണ് ഇത്തരം അധ്യാപകർ ചെയ്യുന്നത്. അവർ ഒരു പ്രൊജക്റ്റ് കൊടുത്താൽ പോലും അത് ചെയ്യാനുള്ള രീതികൾ കുട്ടികളുടെ ചിന്തയ്ക്കും കഴിവിനും അറിവിനും അനുസരിച്ച് അത് തുറന്നു കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോഴേ ട്രാൻസ്ഫർ ഓഫ് നോളേജ് എന്ന് പറഞ്ഞാൽ ഒരു തലത്തിൽ പഠിച്ചൊരു കാര്യം മറ്റൊരു രംഗം വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ കുട്ടി പഠിക്കണം. ഫോർ എക്സാമ്പിൾ 2+3 = 5, 2ഉം 3ഉം കൂട്ടിയാൽ 5 കിട്ടും എന്ന് പഠിക്കുന്ന കുട്ടി അതോടനുബന്ധമായി 3+2 ഈസ് ഓൾസോ ഈക്വൽ ടു 5, തിരിച്ച് ഇങ്ങോട്ട് കൂട്ടിയാലും അങ്ങനെ കിട്ടും എന്ന് പഠിക്കണം. ഇതേപോലെ അവൻ പഠിക്കുന്ന ഏത് അറിവും മാറിയൊരു സാഹചര്യത്തിൽ അതിനനുയോജ്യമായി അതിൻ്റെ ട്രാൻസ്ഫർ നടക്കുമ്പോഴേ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ പൂർണ്ണമായി തീരുന്നുള്ളൂ. ആ രൂപത്തിലേക്ക് ടീച്ചേഴ്സ് മാറേണ്ടതുണ്ട്, നമ്മുടെ വ്യവസ്ഥിതിയും മാറേണ്ടതുണ്ട്. ടീച്ചേഴ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ കുട്ടി വളർന്ന് തുടങ്ങുന്ന സാഹചര്യം രക്ഷകർത്താക്കളോടൊപ്പമുള്ള സാഹചര്യം തന്നെയാണ്. അവിടുന്ന് തന്നെ അവന് വളരാനുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിലുള്ള കർശനമായ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടെ നേരത്തെ അധ്യാപകരെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഉപരി കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും വലിയ റോള് നിർവഹിക്കുന്നത് അവരുടെ പാരൻസാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും പ്രശ്നങ്ങളുമായിട്ട് പാരൻസ് എത്തുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ അടുക്കളയിലേക്ക് ചെന്ന് രാവിലെ ടാപ്പ് തുറക്കുമ്പോൾ ആ ടാപ്പിൽ നിന്ന് അഴുക്കുവെള്ളം വന്നാൽ നമ്മൾ ചെയ്യുക ടാപ്പ് അഴിച്ചു മാറ്റി പരിശോധിക്കുകയല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്നത് ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ടാങ്കിൻ്റെ അടപ്പ് തുറന്നു നോക്കും. ആ ടാങ്കിൽ എന്തെങ്കിലും മാലിന്യം ചേർന്നിട്ടുണ്ടോ? കാരണം ടാങ്കിൽ മാലിന്യം ഉണ്ടാകുമ്പോഴാണ് ടാപ്പിലൂടെ ആ മാലിന്യം വരിക. ഇവിടെ ടാങ്കിൻ്റെ സ്ഥാനത്താണ് പാരൻസ് ഉള്ളത്, ടാപ്പിൻ്റെ സ്ഥാനത്താണ് കുട്ടിയുള്ളത്. കുട്ടിയിലുള്ള വൈകല്യങ്ങൾക്ക്, കുട്ടിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക്, കുട്ടിയിലുള്ള ദുസ്വാധീനങ്ങൾ ഏറ്റവും കൂടുതൽ ചെലുത്തുന്നത് പാരൻസാണ്. അത്
ആധുനിക പഠനങ്ങൾക്കനുസരിച്ച് ജനനശേഷമല്ല, ജനിക്കുന്നതിന് മുമ്പ് പോലും പ്രത്യേകിച്ച് അമ്മമാർ കുട്ടിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലെത്തുമ്പോഴാണ്, ടീനേജിനെ കുറിച്ച് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്, ആന്തരിക സംഘർഷങ്ങൾ, മനോവിക്ഷോഭങ്ങൾ, വൈകാരിക സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു കാലമാണ്. ആ സമയം പ്രത്യേകിച്ച് നെഗറ്റീവ് മെന്റാലിറ്റിയുടെ, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ കാലഘട്ടം കൂടിയാണ്. ആ സമയത്തുള്ള കുട്ടിയുടെ പ്രതികരണം കാണുമ്പോഴാണ് പാരൻസ് ആങ്ഷ്യസ് ആവുക. അവർ പലപ്പോഴും ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ പരാതിപ്പെടും. സത്യത്തിൽ 13-ാം വയസ്സിൽ 14-ാം വയസ്സിൽ കുട്ടി പ്രകടിപ്പിക്കുന്ന ഈ പെരുമാറ്റങ്ങൾ, റിയാക്ഷൻസ് പെട്ടെന്നുണ്ടാകുന്നതല്ല. ഏറ്റവും കൂടുതൽ ഒരു കുട്ടി അറിവ് നേടുന്നത് ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള കാലമാണ്. ഇപ്പോൾ മരിയ മൊണ്ടോസോറിയെ പോലെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണർ ആ കാലഘട്ടത്തെക്കുറിച്ച് അബ്സോർബന്റ് പീരീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി ഏറ്റവും കൂടുതൽ അറിവ് നേടിയെടുക്കുന്ന പ്രായമാണത്. ആ പ്രായത്തിൽ എന്താണോ ലഭിച്ചത് അതിലേക്ക് ആഡിങ്സ് ചേർക്കുകയാണ് തുടർന്നുള്ള കാലങ്ങളിൽ. 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സിലൊക്കെ പിയർ ഗ്രൂപ്പിലൂടെ അവൻ പഠിക്കുന്ന സ്കൂളിലെ ക്ലാസ് റൂമിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന്, ഇങ്ങനെ അവൻ നേടിയെടുക്കുന്ന അറിവുകൾ അതിൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക്, വ്യക്തിത്വത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. ആ ചേർക്കപ്പെട്ട അറിവുകൾ വെച്ചുകൊണ്ടാണ് അവൻ അവൻ്റെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നത്. ഇതിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്വാഭാവികമായും ടീനേജിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരൊറ്റ ദിവസം പെട്ടെന്നുണ്ടാകുന്ന ഒരു റിയാക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ജനന സമയം മുതൽ അങ്ങോട്ട് കുട്ടി നല്ലതു മാത്രം പഠിക്കുകയും അനുഭവിക്കുകയും പരിശീലിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്, പ്രത്യേകിച്ച് മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വാല്യൂസിൻ്റെ കാര്യത്തിൽ എഡ്യൂക്കേഷൻ പറയുന്നത് വാല്യൂസ് ആർ നെവർ ടോട്ട് ബട്ട് ടു ബി കോട്ട് എന്നാണ്. പഠിപ്പിക്കപ്പെടേണ്ടതല്ല മൂല്യങ്ങൾ, അത് കുട്ടി സ്വാംശീകരിച്ചെടുക്കേണ്ടതാണ്. പാരൻസിൽ നിന്ന്, ടീച്ചേഴ്സിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് കണ്ട് അറിഞ്ഞ് പഠിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സാഹചര്യമാകണം അവർ വീട്ടിലുണ്ടാകേണ്ടത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് പാരൻസിന് ചെയ്യാനുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ വളർച്ചയിൽ അതിലേക്ക് നമുക്ക് കിടക്കാം ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം. ഓക്കെ. പ്ലസ് പോയിന്റ് തുടരുകയായി ഏഷ്യാനെറ്റ് റേഡിയോ 657-ൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ. അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണനാണ്, അതുപോലെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാലങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദ്ദേഹം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കൗൺസിലിംഗ് നടത്തുന്ന നല്ലൊരു കൗൺസിലറായിട്ട് തന്നെ ഇവിടെ വർത്തിക്കുന്നു. സാർ, നമ്മൾ കുട്ടികൾക്ക് ഒരു സാംസ്കാരിക സ്വാംശീകരണം, അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് കൂടുതലും പാരൻസിൽ നിന്നാണ് ലഭിക്കേണ്ടതെന്നും അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടി ഇന്നതായി മാറണമെന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുന്ന രക്ഷകർത്താക്കളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും തൻ്റെ കുട്ടി ഇന്നതാകണമെന്ന് ആഗ്രഹിക്കാനൊരു സ്വാതന്ത്ര്യം അവരുടെ പാരൻസിനുണ്ട്. എന്നാൽ ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ ആ 3 കുട്ടികളുടെ വിവിധ മേഖലകളിലുള്ള കഴിവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ഒബ്സർവ് ചെയ്യുകയും കുട്ടിയുടെ ഇന്നേറ്റ് കപ്പാസിറ്റി, അവൻ്റെ അന്തർമുഖമായ കഴിവുകൾ കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് അവന് വികസിക്കാനും വളരാനും ഉള്ള സാഹചര്യങ്ങൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ടത്. അതിനപ്പുറം ഞാൻ ഉദ്ദേശിക്കുന്നതായ ഒരു കൃത്യമായ റൂട്ടിലൂടെ ആ കുട്ടി പോകണം, അവൻ ഇന്ന ജോലിയിൽ തന്നെ എത്തണം എന്ന് ശാഠ്യം പിടിക്കുന്നതും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ടെക്നിക്കൽ ഫീൽഡിൽ കഴിവുള്ളൊരു കുട്ടി, എന്നാൽ പാരൻസിന്റെ താല്പര്യം അവനെ മെഡിക്കൽ ഫീൽഡിലേക്ക് തിരിച്ചുവിടണം എന്നുള്ളതാണ്. ഇവിടെ സത്യത്തിൽ കുട്ടിക്ക് വളരാനും വികസിക്കാനും അവന് മാത്രമല്ല സമൂഹത്തിനും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നിർവഹിക്കാനും സാധ്യമാകുന്ന ഒരു സാഹചര്യം പാരൻസിന്റെ തെറ്റിദ്ധാരണ മൂലം അല്ലെങ്കിൽ അവരുടെ മറ്റൊരു ദുർവാശി നിമിത്തം തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കഴിവുകൾ കണ്ടെത്തുകയും വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവൻ ഏറ്റവും കൂടുതൽ വികസിക്കാനും സമൂഹത്തിന് നന്മ ചെയ്യാനും സാധ്യമാകുന്ന മേഖലയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിൽ ഓരോ കുട്ടിയുടെയും കഴിവുകളും സ്വഭാവങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരെ കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ താരതമ്യപ്പെടുത്തി സംസാരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികളുടെ വളർച്ചയിൽ ദോഷമായി ഭവിക്കുന്ന. സാർ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് സ്വയം അനുഭവിക്കേണ്ടി വന്നൊരു സംഗതി. എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. അവിടെയുള്ളൊരു കൊച്ചു കുട്ടി, പെൺകുട്ടിയാണ്. അപ്പോൾ കുട്ടിയോട് ഞാൻ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ, അതായത് എൻ്റെ കസിൻ തന്നെ പറയുകയാണ്, നാണോ ഒന്നും മിണ്ടില്ല, ആരോടും ഒന്നും സംസാരിക്കില്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കരയുകയും ചെയ്യും, ഇവിടെയും അങ്ങനെ അവൾ മിണ്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ
കുട്ടി എന്നോട് വളരെയധികം അടുക്കുകയും എന്നോട് സംസാരിക്കുകയും ചിരിക്കുകയും എനിക്ക് പല കളിപ്പാട്ടങ്ങളും എടുത്ത് കാണിച്ചു തരികയും അവൾ ഊഞ്ഞാലാടുന്നത് കാണാൻ വേണ്ടി എന്നെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു പരസ്പരമുള്ള ഇഴയെടുപ്പം ഉണ്ടായി. അപ്പോൾ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എപ്പോഴും ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന രക്ഷകർത്താക്കൾ, അത് ഏറ്റവും വലിയ തെറ്റാണല്ലേ? തീർച്ചയായും. ഇവിടെ നമ്മൾ സാധാരണ കുട്ടികളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ സാധാരണ ഞാൻ പാരൻസ് ക്ലാസ്സുകളിൽ പറയാറുണ്ട്, 50-ൽ 45 മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടിയാൽ സാധാരണ ഇന്ന് പാരൻസ് ചെയ്യുക 5 മാർക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, എവിടെ പോയി എന്ന് ചോദിച്ച് കുട്ടിയെ ശകാരിക്കും, ചിലപ്പോൾ കുട്ടിയെ അടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത് ആ 50-ൽ 45 മാർക്ക് കിട്ടിയതിന് കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അവനെ പ്രോത്സാഹിപ്പിക്കണം. ശേഷം സ്നേഹപൂർവ്വം അവനോട് ചോദിക്കാം, മോനല്ല മോൾക്ക് എവിടെ പോയി 5 മാർക്ക്, നീ ഒന്നുകൂടി ശ്രമിച്ചാൽ നിനക്ക് 100% കിട്ടുമായിരുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായി. അതുകൊണ്ട് തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത എക്സാമിൽ 100% മാർക്ക് കിട്ടാനുള്ളൊരു ശ്രമം ഉണ്ടാവും. നേരെ തിരിച്ച് ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, പക്ഷേ എന്തുകൊണ്ട് അറിയില്ല എനിക്കൊരു 5 മാർക്ക് നഷ്ടപ്പെട്ടു പോയി, എന്നിട്ട് എന്നെ ഇവർ ഇങ്ങനെ ശകാരിച്ചല്ലോ എന്ന നിലയ്ക്ക് കുട്ടി മാനസികമായി പീഡിക്കപ്പെടുകയാണ്. അതോടുകൂടി അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറുന്നു. പേരൻസിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അവനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊരു സർക്കിൾ, ആ സർക്കിളിന് റേഡിയസ് കുറഞ്ഞൊരു ഇന്നർ സർക്കിൾ ഉണ്ട്. ആ ഇന്നർ സർക്കിൾ നമ്മൾ പോസിറ്റീവായും ഔട്ടർ ഏരിയ നെഗറ്റീവായിട്ട് എടുത്താൽ ഇന്നർ സർക്കിൾ നമ്മൾ വലുതാക്കുമ്പോൾ സ്വാഭാവികമായി ഔട്ടർ ഏരിയ കുറയും. അഥവാ പോസിറ്റീവിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ നെഗറ്റീവുകൾ കുട്ടിയിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യപ്പെടും, നീക്കം ചെയ്യപ്പെടും. അപ്പം അതുകൊണ്ട് എപ്പോഴും കുട്ടിയിലുള്ള പോസിറ്റീവുകളെ കാണാനാണ് പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, മാക്സിമം അവർക്ക് ശരികൾ കൊടുക്കണം, സ്റ്റാർ കൊടുക്കണം. സ്റ്റാർ ശരി ഇത് മാത്രമല്ല, നമ്മളൊരു കുട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവന് കിട്ടിയിരിക്കുന്ന മാർക്ക് നമ്മളെ കാണിച്ചു തരും. ആ സമയത്ത് തിരക്കിനിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. എങ്കിൽ പോലും ഒന്ന് അവൻ്റെ പുറത്തും തട്ട് ഗുഡ് എന്ന് പറയാം, അതേപോലെ അവന് സ്റ്റാർ കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക. ഇതൊക്കെ കുട്ടികളിൽ കൂടുതൽ പോസിറ്റീവുകൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് വായിക്കാൻ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന ഒരു കുട്ടി, ഒരു ദിവസം അവൻ അല്പം നേരത്തെ നമ്മൾ വിളിക്കാതെ എഴുന്നേറ്റാൽ നമ്മൾ നമ്മുടെ ഭാര്യകൾക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുകൾക്ക് മോനെ നമ്മൾ വിളിക്കാതെ തന്നെ എഴുന്നേറ്റിരിക്കുന്നു എന്ന നിലക്ക് പ്രശംസിച്ച് സംസാരിക്കുക, അത് കുട്ടി കേൾക്കുകയും ചെയ്യുമ്പോൾ അടുത്ത ദിവസം ആ ഒരു പ്രശംസ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, കുട്ടി സ്വയം എഴുന്നേൽക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഇങ്ങനെ ഏത് കാര്യം അവൻ ചെയ്യുമ്പോഴും പോസിറ്റീവ് സപ്പോർട്ട് അവന് കൊടുക്കുക. ലവ് എന്ന് പറയുന്നത്, അഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ഞാനൊരു ഇസ്ലാമിക മതവിശ്വാസിയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു വാക്കുണ്ട്, നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും സന്താനങ്ങളുമായുള്ള ഇടപെടലാണെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. അത് കുട്ടികൾക്ക് ചുംബനങ്ങളിലൂടെ, തലോടലുകളിലൂടെ, ആശ്വാസങ്ങളിലൂടെ, ഫാമിലി ലൈഫിലാണെങ്കിലും കുട്ടികളായുള്ള പെരുമാറ്റത്തിലാണെങ്കിലും സ്നേഹത്തിൻ്റെ പ്രകടനം നടക്കണം. നമ്മൾ അധ്വാനിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. പല പേരൻസും പറയാറുണ്ട്, എനിക്ക് കുട്ടികൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാറില്ല, കാരണം ഓവർ ടൈം ഡ്യൂട്ടി, ഒരുപാട് തിരക്ക്. സത്യത്തിൽ അത് വലിയ വിഡ്ഢിത്തമാണ്. നമ്മൾ ആർക്ക് വേണ്ടി അധ്വാനിക്കുന്നു? നമ്മുടെ മക്കൾക്ക് വേണ്ടി. ആ മക്കൾക്ക് സ്നേഹം കൊടുക്കാൻ, അവരുടെ നെഗറ്റീവുകളെ തിരുത്താൻ, പോസിറ്റീവുകളെ പ്രശംസിച്ച് വലുതാക്കിയെടുക്കാൻ ഇതിനൊന്നും നമുക്ക് ടൈം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അബ്രഹാം മാസ്ലോ എന്ന പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ വർഗീകരിച്ചിട്ടുണ്ട്. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയും. അദ്ദേഹം ആവശ്യങ്ങളെ ഒരു പിരമിഡ് ഷേപ്പിൽ രൂപപ്പെടുത്തിയിട്ട് അതിൻ്റെ ബേസായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, കുട്ടിയുടെ ശാരീരിക ആവശ്യങ്ങൾ. അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടുമെല്ലാം. അതോടൊപ്പം രണ്ടാമത്തെ അതിൻ്റെ ലെയർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്, മാനസികമായ കുട്ടിയുടെ ആവശ്യം. അതിൽപ്പെട്ടതാണ് ഒന്ന്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ അച്ഛനുണ്ട്, അമ്മയുണ്ട്. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് അത് അമ്മയുമായി അച്ഛനുമായിട്ട് ഷെയർ ചെയ്യപ്പെടുമ്പോൾ കുട്ടി മാനസികമായി സന്തുഷ്ടനായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു ഫീലിംഗ് അത് നമുക്ക് സാധാരണ കാണാൻ കഴിയും. കുട്ടികൾ അവരുടെ എക്സ്പ്രഷനിൽ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വയസ്സോ 1.5 വയസ്സോ ഉള്ള ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നാൽ അമ്മ പോയിട്ട് കുഞ്ഞിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ പോയി കുഞ്ഞിനെ എടുക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിലിൻ്റെ ആ ഒരു വോയിസ് കുറയും, കരച്ചിൽ ശക്തി കുറയും. കുട്ടിയെടുത്ത് നമ്മൾ മാറോട് ചേർത്താൽ കരച്ചിൽ ഒന്നുകൂടി കുറയും. അവൻ്റെ പുറത്തൊന്ന് തലോടുമ്പോൾ
കരച്ചിൽ പൂർണ്ണമായി നിൽക്കും. ഇവിടെ എന്താണ്, കുട്ടിയിലേക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെട്ടു, എനിക്ക് അമ്മയുണ്ട്, എനിക്ക് അച്ഛനുണ്ട്. ആ ഒരു തലോടലിലൂടെ, സ്പർശനത്തിലൂടെ ഈ ഒരു ഫീലിംഗ് ഷെയർ ചെയ്യപ്പെടും. ഒരു ഷീൽഡും ഷെൽട്ടറുമാണ്. ഇത് കുട്ടിയുടെ വളർച്ചയിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ തിരക്കിനിടയിൽ കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോവുകയാണെങ്കിൽ സത്യത്തിൽ നമ്മൾ വിഡ്ഢികളാണ് പാരൻസ് എന്നുള്ള നിലക്ക്. അതുകൊണ്ട് സ്നേഹം നൽകിയും അത് പ്രകടിപ്പിച്ചും റെക്കഗ്നിഷൻ, അംഗീകാരം, ഇത് വളരെ പ്രധാനമാണ്. കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് അവർക്ക് അംഗീകാരം ലഭിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലേക്ക് എത്തിയാൽ ആ കുട്ടിയെ കുട്ടിയായിട്ടല്ല പരിഗണിക്കേണ്ടിയിരിക്കും. നമുക്കറിയാം, ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പോൾ ആൺകുട്ടികളാകുമ്പോൾ ശബ്ദമാറ്റം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ പെൺകുട്ടികൾ ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ വരുന്നു. ഈ ശാരീരിക മാറ്റങ്ങളോടൊപ്പം മാനസികമായും ഒരുപാട് ആ കുട്ടി മാറുന്നുണ്ട്. അവിടെ നമ്മളൊരു 14 വയസ്സുകാരനായ മകനെ 5 വയസ്സുള്ള കുട്ടിയോട് പെരുമാറുന്ന അതേപോലെ നീ അത് പറയരുത്, ഇത് ചെയ്യരുത്, അതെടുക്കരുത്, ഈ അരുതുകളുടെ ലോകത്തേക്ക് നാം വീണ്ടും അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അതിനു പകരം ഞാൻ മുതിർന്നിരിക്കുന്നു, ഞാൻ വലുതായിരിക്കുന്നു എന്നാണ് അവൻ്റെ ശരീരവും മനസ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനാണെങ്കിലും അവളാണെങ്കിലും ആ സമയത്ത് അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന് ആ വിധത്തിലുള്ള ഒരു റെക്കഗ്നിഷനാണ് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പോസിറ്റീവ് സപ്പോർട്ടും റെക്കഗ്നിഷനും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു മെച്യൂരിറ്റി, പക്വത അവരുടെ ആറ്റിറ്റ്യൂഡുകളിലും മറ്റ് സംസാരങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പേരൻസ് തന്നെയാണ് കുട്ടി എന്താകണം എന്ന് നിർണ്ണയിക്കുന്നത്. അവർക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ റോള് നിർവഹിക്കാനുള്ളത്. ആവശ്യമുള്ളിടത്ത് ഇതെല്ലാം നൽകിക്കൊണ്ടിരിക്കണം എന്ന് മാത്രം. മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു കമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു പ്ലസ് പോയിന്റ്. നമ്മളോടൊപ്പം ഇന്ന് പ്ലസ് പോയിന്റിലുള്ളത് ശ്രീ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ. സാർ, നമ്മൾ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞത്, പാരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങളെ ആദ്യം മോൾഡ് ചെയ്യേണ്ടത്, അവർക്ക് നല്ല പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടത്, പിന്നീടാണ് അധ്യാപകരുടെ കയ്യിലേക്ക് അവർ വരുന്നു. പക്ഷേ ഈ പ്രവാസ ലോകത്താണെങ്കിൽ കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ അങ്ങയുടെ അടുത്ത് വരുന്ന ഒരുപാട് പേര് വല്ലാത്ത മനസ്ഥിതിയുമായിട്ട്, അല്ലെങ്കിൽ വല്ലാത്ത പരിഭ്രമവുമായി ഈ കുട്ടി എങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നു എന്നൊക്കെയുള്ള സംശയങ്ങളുമായി വരും. കുഞ്ഞ് ചിലപ്പോൾ അച്ഛനോടും അമ്മയോടും പോലും അവൻ്റെ ഒരു പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നില്ല. മാത്രമല്ല, ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ജോലി ചെയ്ത് തളർന്നാണ് വരുന്നത്. പിന്നീട് അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാനായി പോകുന്നു. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് പോലും അവർ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ അവർ തിരിഞ്ഞു നോക്കുന്ന സമയമുണ്ട്. പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ മാർക്കിൻ്റെ കാര്യത്തിൽ ഇത്തിരി കുറവ്, അപ്പുറത്തെ വീട്ടിലെ ഇന്ന ആളിൻ്റെ മകനുമായി താരതമ്യപ്പെടുത്തി മാർക്ക് ഇത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനുള്ള വഴക്കുമായിട്ട് ഇവരൊക്കെ വരുന്നത് സാറിൻ്റെ മുന്നിൽ വരുന്നുണ്ടല്ലേ. അങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടുന്നുണ്ട്. പ്രവാസികളായ മക്കളുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് അവരെ നാട്ടിലേക്ക് വിടുന്ന സമയത്ത് പലപ്പോഴും അത് പ്രവാസികളുടെ മക്കൾ മാത്രമല്ല, നാട്ടിലും ഇത് കൂടുതലായി ഉണ്ട്. മദ്യത്തിന്, മയക്കുമരുന്നിന് ഒക്കെ അടിപ്പെട്ട് പല അക്രമങ്ങളും കാട്ടുന്ന കുട്ടികളും കൂടുതലായി ഉണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് പോലീസിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്നോടുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്, വളരെ ഭീകരമായ അവസ്ഥയാണ്. ചെറിയ സ്കൂളുകളിൽ പോലും മയക്കുമരുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന അനേകം പേരുണ്ട്. അത് വാങ്ങി ഉപയോഗിക്കുന്നവർ, അതിനു വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ പണം കണ്ടെത്തി വന്ന് ഇത് വാങ്ങുന്ന കുട്ടികൾ ക്യാരിയേഴ്സായി പോലും അവർ പ്രവർത്തിക്കുന്നു. ഈ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഏറ്റവും അപകടകരമായ ഒരു വിഷയമാണിത്. ഒരുപാട് ഇത്തരം കേസുകളിൽ ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് കുട്ടികളുടെ സോഷ്യലൈസേഷനാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുട്ടികളെക്കുറിച്ച് മുൻധാരണ ഉണ്ടാക്കുന്നു, ഇവർ ബന്ധപ്പെടുന്നില്ല, മറ്റുള്ളവർ സംസാരിക്കുന്നില്ല. സത്യത്തിൽ പ്രവാസ ജീവിതത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന വലിയൊരു നഷ്ടം ഈ സോഷ്യലൈസേഷൻ്റെ സാഹചര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു 4 ചുമരുകൾക്കുള്ളിലുള്ള ഫ്ലാറ്റ് ലൈഫിൽ ചുരുങ്ങിയൊരു വൃത്തത്തിലേക്ക് ഒതുങ്ങുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ വീക്കെൻഡിലുള്ള ഔട്ടിങ്ങുകൾ, അതുപോലെ ഫാമിലി വിസിറ്റിങ്, അതുപോലെ നാട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ഇവരെ കൊണ്ട് നമ്മുടെ പാരൻസുമായി മറ്റുള്ളവരുമായി സംസാരിപ്പിക്കുക. ഇങ്ങനെ സോഷ്യലൈസേഷനുള്ള സാഹചര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതലായി നൽകണം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂസ് ആണ്, മൂല്യങ്ങൾ. വാല്യൂസിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചു പ്രായം മുതലേ തന്നെ ഏതൊരു സാഹചര്യത്തിലെത്തിയാലും ധർമ്മത്തെയും നന്മയെയും മൂല്യങ്ങളെയും മുറുകെ പിടിക്കാനുള്ള ഒരു ചിന്തയും അതിനനുയോജ്യമായൊരു പരിശീലനവും കുട്ടിക്ക് നൽകിയിരിക്കണം. കഥ കടച്ചിട്ടിരുന്ന് ഞാൻ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ
അച്ഛനും അമ്മയും ഒന്നും കാണുന്നില്ല, ആരും കാണുന്നില്ല, ഞാൻ എന്ത് കാണുന്നു, ഏതൊക്കെ മോശപ്പെട്ട സൈറ്റുകളിലേക്ക് ഞാൻ പോകുന്നു എന്നുള്ളത് ആരും കാണുന്നില്ലെങ്കിൽ, ഇവിടെയാണ് മതം പഠിപ്പിക്കുന്ന ധാർമ്മിക ചിന്തയ്ക്കുള്ള പ്രസക്തിയുള്ളത്. ആരും കാണുന്നില്ലെങ്കിലും സർവേശ്വരനായ ദൈവം, അള്ളാഹു, പടച്ചവൻ എന്നെ കാണുന്നു എന്നുള്ള ചിന്ത, അതിന് മാത്രമേ സത്യത്തിൽ തിന്മയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഭൗതികമായ ഏത് സൂപ്പർവിഷൻ്റെ അവസ്ഥകളില്ലെങ്കിലും രഹസ്യങ്ങൾ അറിയുന്ന, വിശുദ്ധ ഖുർആനിൽ ഒരു രംഗം കാണാം, മഹാനായ ഒരു വ്യക്തിത്വം ലുക്കുമാൻ, അദ്ദേഹം തൻ്റെ മകന് നൽകുന്ന ഒരു ഉപദേശം, ആകാശഭൂമികളിൽ എവിടെയുമുള്ള ഒരു കറുത്ത പാറയ്ക്കുള്ളിലുള്ള വസ്തുവാണെങ്കിൽ പോലും അതിൻ്റെ ചലനങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം അറിയുന്നു എന്നുള്ള ആ ഒരു ധാർമ്മിക ചിന്ത കുട്ടികൾ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും മോശമായ സാഹചര്യങ്ങളുള്ള ഒരു ഹോസ്റ്റലിൽ കോളേജിൽ എത്തിച്ചേർന്നാലും അത്തരം തിന്മകളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. മൂന്നാമതായി, നമ്മൾ വളരുന്ന പ്രായത്തിലെ തന്നെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു ശേഷി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം. അത് നേരിട്ട് ശിക്ഷാമുറകൾ സ്വീകരിക്കല്ല, മറിച്ച് ഇതിൻ്റെ ദോഷങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മോശമായ സോഷ്യൽ മീഡിയകളുടെ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുകൊണ്ട് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ എന്തെന്നുള്ളത് സ്നേഹപൂർണമായ നമ്മുടെ ഇടപഴകലുകളിലൂടെ മാത്രമേ കുട്ടികളെ തിരുത്താൻ സാധിക്കുള്ളൂ. ഓവറായ, നേരത്തെ സാറ് പറഞ്ഞ പോലെ വളരെ സ്ട്രിക്റ്റായി കുട്ടി ഈ വിധത്തിൽ വളരണം എന്ന് നിർബന്ധ ബുദ്ധി പിടിച്ചുകൊണ്ട് പോകുന്ന രക്ഷിതാക്കൾ, ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് മാറി ആരെയും പേടിക്കാനില്ലാത്ത, പാരൻസ് ഒബ്സർവ് ചെയ്യാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് മാറുമ്പോഴാണ് പെട്ടെന്ന് കുട്ടികൾ ആ സാഹചര്യത്തിനനുസരിച്ച് മോശമായ കാര്യങ്ങളിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ കൊച്ചുപ്രായത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ തന്നെ മൂല്യങ്ങളുമായി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതോടൊപ്പം വളരുന്ന പ്രായത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളൊന്ന് ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഞാൻ ആരാണ്, അതേപോലെ തന്നെ അവരിൽ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസക്കുറവ്, ലോ സെൽഫ് എസ്റ്റീം, തന്നെക്കുറിച്ച് തന്നെ വേണ്ടത്ര ഒരു ആത്മബോധമില്ലാതിരിക്കുക, ഇതൊക്കെ കുട്ടികളിലുണ്ടാകും. ഇതുകൊണ്ടാണ് പലപ്പോഴും ഡിപ്രഷൻ ഉണ്ടാകുന്നതും മാനസിക രോഗങ്ങളും അതേപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കിടയിൽ ഇത് വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും അടുത്ത കാലത്ത് അമേരിക്കയിൽ നടന്നിരിക്കുന്ന പഠനത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായ ശിക്ഷണം വളരുന്ന തലമുറയിൽ, ആ പ്രായത്തിൽ കുട്ടികൾക്ക് വളരെ ആവശ്യമാണ്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി നാട്ടിൽ ഞങ്ങൾ പ്രോഫ്കോൺ എന്നുള്ള പേരിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകമായ സംഗമങ്ങൾ, സമ്മേളനങ്ങൾ എല്ലാ വർഷവും വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ വർഷവും അത് വരുന്ന മാർച്ച് 11, 12, 13 തീയതികളിൽ എറണാകുളത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് ജീവിതത്തെ, വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ദ എയിം ഓഫ് ലൈഫ്, വാട്ട് ഈസ് അവർ റോൾ ഇൻ സൊസൈറ്റി, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ പറയാറുണ്ട്, കന്നിമാസത്തിലെ പാകപ്പെടുത്തപ്പെട്ട നെൽവയൽ പോലെയാണ് അവരുടെ മനസ്സ്. ഏത് വിത്ത് അവിടെ ഇട്ടാലും അത് മുളച്ചു വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ എത്ര നന്നായി, അതിൻ്റെ സാഹചര്യങ്ങൾ എത്ര നന്നായി സൃഷ്ടിക്കുന്നു എന്നതാണ് വളരെ പ്രധാനം. നമ്മൾ എന്ത് വെള്ളവും വളവും നൽകുന്നു എന്നതാണ് കുട്ടികൾക്ക് വളരാനും വികസിക്കാനും നന്നാകാനുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. ആധുനിക ചുറ്റുപാടുകളിലുള്ള തിന്മകളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക. ഏത് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നാലും നല്ലവരായി വളരാനും സമൂഹത്തിന് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്യാനും വേണ്ടി, സെൽഫിഷ്നെസ്, സ്വാർത്ഥതയിലേക്ക് പോകുന്നതിന് പകരം ഞാനാക്കി മാറ്റിയ സൊസൈറ്റിയോട്, സമൂഹത്തോട് എനിക്കൊരുപാട് ബാധ്യതകളുണ്ട് എന്ന ചുമതലാബോധം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക. ഇന്ന് ആധുനിക മാധ്യമങ്ങൾ എത്രത്തോളം കുട്ടികളെ സ്വാധീനിക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. ഒരു കാട്ടാന ഇറങ്ങിയപ്പോൾ ആ ആനയുടെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പയ്യൻ, ആ പയ്യനെ കുത്തിക്കൊന്നൊരു സംഭവം. അപ്പോൾ ഇവിടെ എന്താണ്, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്വബോധം പോലും നഷ്ടപ്പെട്ടു. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ പലപ്പോഴും അപകടങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു അവസ്ഥയാണ് പുതിയ തലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം കൃത്യമായൊരു കാഴ്ചപ്പാട്, ഞാൻ ആരാണ്, എൻ്റെ റോൾ എന്താണ്, എൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം എന്താണ്, ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു മെച്യൂരിറ്റി കുട്ടികളിൽ നമ്മൾ എഡ്യൂക്കേഷനിലൂടെ അതേപോലെ തന്നെ വീട്ടിൽ അവരുമായുള്ള പെരുമാറ്റത്തിലൂടെ, ബന്ധങ്ങളിലൂടെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അച്ഛനും അമ്മയും അവരുടെ പാരൻസ് എന്നതിനേക്കാൾ ഉപരി ആവശ്യമുള്ള സമയത്ത് ഇടപെടുന്ന കൗൺസിലേഴ്സായിട്ട്, ടീച്ചേഴ്സായിട്ട് ഇതേ റോളെല്ലാം പാരൻസ് നിർവഹിക്കേണ്ടതുണ്ട്. അധ്യാപകരത് തിരിച്ചറിയേണ്ടതുണ്ട്. സൊസൈറ്റിയും അവർക്ക് നൽകേണ്ടത് നല്ലത് മാത്രമാകണം. അങ്ങനെ നന്മയുടെ കൂട്ടായ്മകളും സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്കൊരു വിപ്ലവം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. കുട്ടികളിൽ, യുവാക്കളിലുള്ള ആ ഊർജം, എനർജി, ആ കരുത്ത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം. പ്രോഫ്കോൺ എന്ന് പറയുന്ന ഒരു കോൺഫറൻസ്, അതിനെക്കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി. അത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ
പ്ലസ് പോയിന്റിൻ്റെ ആസ്വാദകരായി അല്ലെങ്കിൽ ലിസണേഴ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അല്ല, ഒരുപാട് പേർക്ക് താങ്കളുമായി ബന്ധപ്പെടണമെന്ന് താല്പര്യം കാണും. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ അബ്ദുൾ റഷീദ് കുട്ടമ്പൂരിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 052-953-1331. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം, 052-953-1331. ഈ നമ്പറിലേക്ക് വിളിക്കുക. കുട്ടികളുടെ മാനസികമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും ഒരു കൗൺസിലിങ്ങിലൂടെ ചിലപ്പോൾ മാറ്റാവുന്നതായിരിക്കും. ഒരുപാട് അങ്ങനെ അതിനുള്ള തെളിവുകൾ തന്നെ ഉണ്ടല്ലേ. ഒരുപാട് കുട്ടികൾ വരുന്ന ഈ പ്രോഫ്കോണിലൂടെയും ഒരുപാട് പേർക്ക് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ വർദ്ധിക്കുകയും അവർക്ക് പലതും ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ തെറ്റിൽ നിന്ന് മാറാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് ജീവിതത്തിൽ മാർഗദർശനം നൽകാൻ കഴിഞ്ഞ 20 വർഷങ്ങളായി തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങ് പറഞ്ഞ ഒരു സംഗതി പ്രത്യേകമായി അത് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കാതെ പോയെങ്കിലും അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അതായത് ഇന്നത്തെ ഈ ഒരു ലൈഫിൽ കുട്ടികൾ വളരെ പുരോഗമനാത്മകമായി ചിന്തിക്കുകയും അവർ ഫാഷൻ രീതികൾക്കൊക്കെ അടിപ്പെട്ട് പോവുകയും ചെയ്യുമ്പോഴും ഇതെല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ദൈവീക ചിന്ത അവരിൽ ചെലുത്തുവാൻ വളർത്തുവാൻ പലപ്പോഴും രക്ഷകർത്താക്കൾക്ക് സാധിക്കാറില്ല. ആ എല്ലാം കാണുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് എന്ന് പറയുന്ന ഒരു സംഭവം അത് മുകളിൽ നിന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെങ്കിൽ ആ തെറ്റ് ചോദിക്കപ്പെടും, അതിന് പരിണിതമായ ഒരു ഫലമുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദൈവിക ചിന്ത വളർത്തുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ദീപം അല്ലേ? തീർച്ചയായും മതം പഠിപ്പിക്കുന്ന ഏകനായ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജീവിതത്തിൽ നന്മകൾ ചെയ്യാനും തീർച്ചയായിട്ടും കുട്ടികൾക്കുമല്ല മുതിർന്നവർക്കും ഏതൊരു മനുഷ്യനും പ്രചോദനം നൽകുകയുള്ളൂ. അതാണ് ലോകത്തിൻ്റെ ചരിത്രവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സ്നേഹിതരെ, ഇന്ന് നമ്മളോടൊപ്പം പ്ലസ് പോയിന്റിൽ വന്നത് അബ്ദുൾ റഷീദ് കുട്ടമ്പൂരാണ്. അങ്ങ് ഒരുപാട് പ്രസക്തമായിട്ടുള്ളതെന്ന് മാത്രമല്ല മഹത്തരമായിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് ഞങ്ങളോട് പങ്കുവച്ചത്. ഇനിയും ഒരുപാട് പേർക്ക് അങ്ങയോട് സംസാരിക്കാനുള്ള താല്പര്യം കാണും. അവർക്കായി ഞാൻ അങ്ങയുടെ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 052-953-1331. ഈ നമ്പറിലേക്ക് സ്നേഹിതർക്ക് വിളിക്കാവുന്നതാണ്. കണക്ക് അധ്യാപകനാണ്, പക്ഷേ പലപ്പോഴും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നത് നേരിട്ട് കാണുന്ന ആളാണ് അല്ലേ? തിരുത്തലുകൾ നടത്തി അവരെ നന്മയുടെ പാതയിലേക്ക് നയിക്കാനും അങ്ങേക്ക് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അത് അനസ്യൂതം അനവരതം തുടരാനുള്ള എല്ലാ ആശംസകളും ഞങ്ങൾ നേരുകയാണ്, പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്. വളരെ നന്ദി. ശ്രോതാക്കൾക്കും വളരെ നന്ദി.